കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ വീടിനകത്ത് കയറി വയോധികയായ കാർത്തിയാനിയെ കടിച്ചു കൊല്ലുകയും ഇവരുടെ മകൻ മാനസികാസ്വാസ്ഥ്യമുള്ള ദേവദാസിനെ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ മരിച്ച വ്യക്തിയുടെ സംസ്കാരത്തിനും പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സഹായം സർക്കാരും പഞ്ചായത്തും നൽകുമെന്നും തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. നിയമത്തിൽ ആവശ്യമായ ഭേദഗതി ഉണ്ടാകണം. ഉപദ്രവകാരികളായ ഇത്തരം നായകളെ നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെ അഴിച്ചുവിടാൻ അനുവദിക്കാനാവില്ല. അതുകൊണ്ട് അതിനാവശ്യമായ നിയമ ഭേദഗതി വേണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ രീതിയിലൊരു സ്ഥിതി ഉണ്ടായിട്ടില്ല. അതിന് പറയുന്നത് കോടതി ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് ഇവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കി സംരക്ഷിക്കണം എന്നുള്ളതാണ്. ആ കാര്യത്തിന് പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഏതായാലും നാട്ടിലൊരു പ്രശ്നമാണിത് എന്നുള്ള ശരിയാണ്. പഞ്ചായത്തും സർക്കാരും ഈ കാര്യത്തിൽ ഇടപെട്ട് പരമാവധി തെരുവുനായുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ധാരണമായി ഈ സംഭവത്തിൽ നമുക്കൊക്കെ വേദനയുണ്ട്. ആ കുടുംബത്തിൻ്റെ മറ്റു കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകും എന്നുള്ള കാര്യമാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് അത്തരം ഒരു പ്രശ്നം ഉണ്ടെന്ന് ഉന്നയിക്കാം. പക്ഷെ അവർ വളരെ കരുതലോടുകൂടിയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഏതായാലും ഇത്തരം ഒരു പ്രശ്നം ഉയർന്നു വന്ന സ്ഥിതിക്ക് സുരക്ഷിതമായി അവരുടെ തൊഴിലെടുക്കാൻ കൂടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അത്തരം മാംസാവശിഷ്ടങ്ങളുണ്ടെങ്കിൽ സംസ്കരിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് കൂടി ചേർന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിക്കേണ്ടതാണ്. അത് ആലോചിക്കാം. നമുക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താനാവില്ല. അവർക്ക് ആവശ്യമായ സംസ്കരിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അതെ, അത് ആലോചിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും സർക്കാരിൻ്റെ ശ്രദ്ധയിലും പഞ്ചായത്ത് മന്ത്രിയുടെ ശ്രദ്ധയിലും ഞാൻ ഇപ്പോൾ കളക്ടറോട് രാവിലെ സംസാരിച്ചിരുന്നു. അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഒരു പരിശോധന ഈ പ്രദേശത്താകെ നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം ഉടനെ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായ തയ്യാറെടുപ്പിന് ഇവിടെ പഞ്ചായത്തും നാട്ടുകാരും എല്ലാം കൂടി സഹായിക്കുന്നത്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങളും നൽകും. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തും തദ്ദേശ മൃഗസംരക്ഷണ വകുപ്പുകളുമായി ആലോചിച്ച് നായകളെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷെൽട്ടർ നിർമ്മിക്കുവാനും പദ്ധതിയുണ്ടെന്നും ഈ വിഷയം മുഖ്യമന്ത്രിയുടെയും തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA വ്യക്തമാക്കി.